സാബും കൂടി ഇരുന്നാട്ടെ. ആ കസേരയ്ക്ക് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ തിരിച്ചു കിട്ടിയല്ലോ. പഴയ നരേന്ദ്രൻ തമ്പിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല പുതിയ നരേന്ദ്രൻ തമ്പിക്ക്, അല്ലേ? കാസർഗോഡ് വെച്ച് കണ്ടപ്പോ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരുന്നു. താടിയൊക്കെ വളർത്തി ഒരു ഭ്രാന്തനെ പോലെ. അങ്ങനെയായിരുന്നോ? പിന്നല്ലാതെ അർജുന്റെ റൂമിൽ കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും മേക്കപ്പ് ചെയ്ത് സുന്ദരനാക്കിയതല്ലേ. കസേര കൊണ്ടിട്ട് നീ ഇരിക്കേ. മേം സാബിനോട് ഈ കസേര ഇരിക്കാൻ പറഞ്ഞപ്പോ മടിയായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുമ്പോ ഇരിക്കേണ്ട കസേരയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. മരിച്ചുപോയെന്ന് ലോകം മുഴുവൻ ഉറപ്പാക്കി വെച്ച ഒരാള് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ ഒരാൾ മാത്രം കാത്തിരിക്കുക. പ്രിയപ്പെട്ടവര് മരിച്ചുപോയെന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പറ്റാത്തവരുടെ സങ്കടമുണ്ടല്ലോ, അതുകൊണ്ട് പറയാണെന്നാ ഞാൻ കരുതിയേ. നീയാണ് ശിവ യഥാർത്ഥ സ്നേഹിതൻ. ഞാൻ മരിച്ചുപോയെന്ന് വിശ്വസിക്കേണ്ടി വന്നിട്ട് പോലും നീ എൻ്റെ ആളുകളെ കൈവിട്ട് കളഞ്ഞില്ല. പശുചത്ത മോരിലെ പുളി പോയെന്ന പഴമൊഴി അനുസരിച്ച സാധാരണ എല്ലാവരും പെരുമാറുക. ദുഃഖവും പരാജയവും വരുമ്പോൾ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ ശിവ, നീ വിവരമറിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഓടിയെത്തി. അമ്മൂനെയും എൻ്റെ മോളെയും ഗാർഡ് ചെയ്തു. ശത്രുക്കളെ തിരുത്തിയിട്ട് ഈ ഓഫീസും കമ്പനിയും തിരികെ പിടിച്ച് അമ്മൂനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഒരു സൈന്യാധിപനെ പോലെ അവർക്ക് കാവൽ നിന്നു. ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്തിട്ടില്ല സാർ. എന്നെ സഹായിക്കാൻ എത്രയോ പേരുണ്ടായിരുന്നു സാബ്. അർജുൻ, സുധീഷ്, മേം സാബിന്റെ വിനീത ആന്റി, ജെയിംസ്, അങ്ങനെ എത്ര പേർ. പിന്നെ മേം സാബിന്റെ ധൈര്യവും. എല്ലാവരും വീണ്ടും കാണാൻ കഴിഞ്ഞല്ലോ, അതുതന്നെ വലിയ ഭാഗ്യം. തിരിച്ചു വരാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. ആദ്യം യതിയിൽ നിന്ന് രക്ഷപ്പെട്ടു, പിന്നെ സദാനന്ദ ഷെഡിയിൽ നിന്ന്. ഇപ്പൊ ആലോചിക്കുമ്പോ കഴിഞ്ഞതെല്ലാം ദുസ്വപ്നം പോലെ. അയ്യോ, സുധയല്ലേ ഇത്? ചന്ദ്രേട്ടാ, 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 ഒന്നിങ്ങ് വന്നേ. ദേ നോക്കിയേ. ചന്ദ്രേട്ടാ, ഇങ്ങോട്ട് വാ. എന്തുവാടി ഇത്? ഈ പണ്ടപ്പരപ്പെല്ലാം വാരി കെട്ടിക്കൊണ്ട്. എന്റെ ചന്ദ്രേട്ട, ഒന്നും പറയണ്ട. എന്റെ ചാർജ് വന്നില്ല. ആ ചന്ദ്രേട്ട, അവന്റെ പൈസ എത്രന്ന് വെച്ച് കൊടുത്ത് വെച്ചേക്കണേ. എന്തോന്നാടി നോക്കി വെക്കുന്നേ? ദേ, ഈ കാണുന്നത് അമ്മയുടെ തറവാട്. ലഗേജ് ഒക്കെ പെറുക്കി സിറ്റൗട്ടിൽ കൊണ്ടുപോയി വെക്ക്. അല്ല സുധേ, നീ ഇതെന്തോ ഉദ്ദേശിച്ചാ? ആ ടാക്സി ചാർജ് കൊടുത്തുവിടി ചന്ദ്രേട്ട. അയാള് പോട്ടെ. ഡേ, രണ്ട് കയ്യിലും ഓരോന്ന് തൂക്കിക്കൊണ്ട് പോടി. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങോട്ട് എടുക്കടി. ആ ചെല്ല്.
എന്താ ശരിയല്ലേ? 50 രൂപയുടെ കുറവുണ്ട് സാറേ. ആ, അതൊക്കെ മതിയെടൂ. പത്തനംതിട്ട നിന്ന് ഇവിടം വരെ ഓട്ടം കിട്ടിയതല്ലേ? അത് സാറേ ആ, അത് മതിയെന്ന് പറഞ്ഞില്ലേ? എടുത്തോണ്ട് പോടേ. 900 രൂപ. എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ ചന്ദ്രേട്ടാ? നീ പിന്നെ എന്ത് വിചാരിച്ചാ ടാക്സി പിടിച്ച് ഇങ്ങോട്ട് വന്നത്? ഇവിടെ വരുമ്പോ ചന്ദ്രേട്ടനോട് വാങ്ങിച്ചു കൊടുക്കാലോ എന്ന് കരുതി. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലോ? ചേച്ചിയോട് ചോദിക്കും. 900 രൂപയ്ക്കാണ് ചന്ദ്രേട്ടൻ എന്നോട് കണക്ക് പറയുന്നത്. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല പിടിച്ച് കുലുക്കാൻ. പാലപ്പടിക്കൽ ഒരു മരം ഉണ്ടായിരുന്നു. ചന്ദ്രേട്ടനൊക്കെ ഇഷ്ടം പോലെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടല്ലോ. ഒടുവിൽ ചന്ദ്രേട്ടനും കൂടിയാ ആ മരം വെട്ടി മറിച്ചത്. ആ, അല്ലാതെ പോട്ടെ. നിങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് വന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാകാത്തത്. വേറെ മാർഗമില്ല ചന്ദ്രേട്ടാ. നരേന്ദ്രൻ നമ്മുടെ വീട്ടിൽ നിന്ന് അയാളെ ഇറക്കി വിട്ടു. ഇറങ്ങി പൊയ്ക്കോളം പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. അയാളുടെ കക്കൂസ കഴുകി കൊടുക്കണം അത്രേ ഞാൻ. അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ല ചന്ദ്രേട്ട ഞാൻ. ഒന്നില്ലെങ്കിൽ നമ്മുടെ തറവാടുണ്ടല്ലോ. ഞാൻ ആ തമ്പിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെ കക്കൂസ് എന്റെ പട്ടി വന്ന് കഴുകുമെന്ന്. അയാൾ എന്താ വിചാരിച്ച ചന്ദ്രേട്ടാ? ഞാനും എന്റെ പിള്ളേരും അവിടെ അയാളുടെ വേലക്കാരായിട്ട് നിൽക്കുമെന്നോ? ഇത്തിരി പൊളിക്കും. അയാൾ 1000ന്റെ നോട്ട് കാണുന്നത് ഇന്നലെയോ മിനിഞ്ഞാന്നോ ആണ്. നമ്മൾ പണത്തിന്റെ തൊട്ടിലോട്ട് ജനിച്ചു വീണവരല്ലേ ചന്ദ്രേട്ടാ? എന്നോട് അയാൾ പറയുന്നത് അയാളുടെ കക്കൂസ് കഴുകാൻ. സുധർമ്മ ഇന്ന് ഇവർ അഭിമാനം പടയപ്പെടുത്തി ജീവിച്ചിട്ടില്ല ചന്ദ്രേട്ടാ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു ചേച്ചി. 2 പെമ്പിള്ളേരുടെ കൈ പിടിച്ച് ടൗണിലൂടെ തെണ്ടി നടക്കാൻ പറ്റുമോ? കടത്തന്നെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഒരാൺ തുണ ഉണ്ടെങ്കിൽ വേണ്ടിയില്ല. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ദേ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഹരീഷ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ഞങ്ങൾ അങ്ങ് പോയിക്കോളാം. വാ ചേച്ചി, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. ചന്ദ്രേട്ടൻ വാ. ഇതൊക്കെ ഇവിടെ വെച്ചാ മതിയോ? അകത്തോട്ട് എടുത്ത് വെക്കേ. അമ്മയോട് ചന്ദ്രേട്ടാ? അകത്തുണ്ട്. ഓ, അമ്മയൊന്ന് കണ്ടിട്ട് എത്ര നാളായി. മക്കളെ, ഇതെല്ലാം പേർക്ക് അകത്തുകൊണ്ടുപോയി വെക്ക്. ഇവിടെ നിന്ന് ആരും ഇറക്കി വിടുമെന്ന് കരുതണ്ട. അമ്മ ജനിച്ചു വളർന്ന തറവാടാ. ഈ മുറ്റത്താ ഞാനും ചന്ദ്രേട്ടനൊക്കെ പിച്ച് വെച്ചതും ഓടിക്കളിച്ച് വളർന്നതും അല്ലേ ചന്ദ്രേട്ടാ? ഞാൻ ആദ്യം അമ്മയൊന്ന് കാണട്ടെ, എന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നിന്നെ കണ്ടിട്ട് എത്ര നാളായിടി? ആ ശരി ആന്റി. ആന്റി അങ്ങോട്ടേക്കും വരാറില്ലല്ലോ. നിങ്ങൾ ഇങ്ങോട്ടും വരാറില്ലല്ലോ. ഇതാണ് ഹരീഷ് കിട്ടിയ പെണ്ണ്. ഹരീഷേട്ടൻ കിട്ടിയതല്ല, ഹരീഷേട്ടനെ കിട്ടിയത്. അങ്ങനെയൊന്നും അല്ല. നാട്ടുകാരെല്ലാരും കൂടി പാതിരാത്രിക്ക് പിടികൂടി കെട്ടിച്ചതാ. അതാ ശരി. നീ നിന്റെ കെട്ടിയോനെ തമ്മിൽ അടിച്ചു പിരിഞ്ഞു അല്ലേ? അടിച്ചൊന്നുമില്ല, പിരിഞ്ഞെന്നുള്ളത് ശരിയാ. ബാഗൊക്കെ എടുത്തു വെക്ക്. വാ. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ആ, അമ്മേ, മനസ്സിലായില്ലേ അമ്മേ? ആരാ? അമ്മേ, അമ്മയുടെ മോളല്ലേ ഞാൻ. ആണോ? നോക്ക് ചന്ദ്രേട്ടാ, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. ഇടി അമ്മയ്ക്ക് ഓർമ്മക്കേടാ, അൽഷിമേഴ്സ്. ചിലപ്പോ ഇവളോടും ചോദിക്കും ആരാണെന്ന്. അതുപോലാണ് ചന്ദ്രേട്ടാ ഞാൻ. അമ്മ എന്നെ പെറ്റു വളർത്തിയതല്ലേ, അങ്ങനെ മറക്കോ? ഓർമ്മ മാത്രമല്ല, കാഴ്ചയും കേൾവിയും എല്ലാം കുറഞ്ഞു. വയസ്സെത്ര എന്നാ? അത് പോട്ടമ്മേ, വേറെ ഉണ്ടല്ലോ. എന്നാലും ഇങ്ങനെ
മാറ്റം വരൂ ചന്ദ്രേട്ടാ. അതെ, ഓർമ്മയും ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് കാണണമായിരുന്നു. ഒന്നുമല്ലെങ്കിലും പെറ്റ തള്ളയല്ലേ. ഇപ്പൊ എത്ര നാളായി സുധർമ്മ ഇവിടം വരെ ഒന്ന് വന്നിട്ട്? സമയം കിട്ടാഞ്ഞിട്ടല്ലേ ചേച്ചി? ബാക്കി എല്ലാത്തിനും സമയമുണ്ടല്ലോ അല്ലേ? മകന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെങ്കിലും എവിടെ പോണെങ്കിലും സമയമുണ്ടല്ലോ. ഇനി സുധയ്ക്ക് സമയം കിട്ടണമെങ്കിലേ ദേ ഈ അവസ്ഥയിൽ എത്തണം. അന്നേരം മനസ്സിലാകും പെറ്റ് തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ സ്വന്തം മക്കളുടെ മുഖം വല്ലപ്പോഴെങ്കിലൊക്കെ ഒന്ന് കാണാൻ എന്തുമാത്രം ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന്. എന്നാലും ഒന്നും പറയായിരുന്നില്ല ചന്ദ്രേട്ടാ. ഇതിപ്പോ ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല ഇങ്ങനെ ആയത്. അമ്മേ, ഇത് എന്റെ സുധമോളല്ലേടി? നിനക്ക് സുഖാണോടി? നീ എപ്പോ വന്നടി? നീ ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് ഇപ്പൊ ഓർമ്മ കുറവാ. പണ്ടത്തെ പോലെ ഓർമ്മ നിക്കണില്ല. ഇവരൊക്കെ ആരാ? അമ്മ, ഇത് സുധയുടെ മോള് നീരജ. ഇത് മോന്റെ ഭാര്യ. അതിന് സുധയ്ക്ക് എവിടാ മോൻ? 3 പെമ്മക്കളല്ലേ? ആ അതെ അതെ, ശരിയമ്മേ. ചിപ്സ് ഒക്കെ കൊടുത്ത അമ്മയ്ക്ക് വയറ് കേടാവില്ലേ ചേച്ചി? എപ്പോഴും എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കണം. ചോറ് കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിയുമ്പോ പിന്നെ ചോറ് തരാൻ പറയും. ഉണ്ടതൊക്കെ അങ്ങ് മറന്നുപോകും. 3 ദിവസമായിട്ട് എന്റെ മകൻ എന്നെ പട്ടിണി കിട്ടിരിക്കാന്ന് വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ പറയുകയും ചെയ്യും. ചിപ്സോ മിക്സറോ കൊടുത്താ പിന്നെ കുറെ സമയം അത് നുള്ളിപ്പെറുക്കി ഇരുന്നോളും. മതി അമ്മ കഴിച്ചത്. ഇത് ഒത്തിരി കഴിക്കാൻ പാടില്ല. ഇവള് ഏതാ കൊച്ചേ? അമ്മേ, കണ്ടോ, ഇത്തിരി മുമ്പേ തിരിച്ചറിഞ്ഞതൊക്കെ അമ്മ മറന്നു. തീരുന്നുമില്ലല്ലോ. എന്നെ കൊണ്ട് വയ്യ. ഒരു കൈ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ചേച്ചി, എന്താ? രാവിലെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചതാ. ഇതങ്ങോട്ട് വെച്ചേക്ക്. കുറച്ച് മീനും കോഴിയും പച്ചക്കറിയൊക്കെയാ.
ശരി. എന്റെ ദൈവമേ, ശ്ശോ. ഇതൊക്കെ വെട്ടിക്കഴുകി കറി വെക്കാൻ ആരെ കൊണ്ട് പറ്റും? എനിക്ക് വയ്യ. ഇന്ന് ആരൊക്കെയോ ഗസ്റ്റ് വരുമെന്നാ പറഞ്ഞത്. ആരൊക്കെയാണെന്ന് അറിയാവോ? ശിവജിയും അർജുനേട്ടനും സുധീഷും ഒക്കെ ഉണ്ടാവും. എന്തോ കരിയുന്ന മണമുണ്ടല്ലോ. അയ്യോ, ഇതൊക്കെ ഇങ്ങനെ കരിച്ചും കുണിച്ചും വെച്ചാ സ്വന്തം ആങ്ങളുടെ വായിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. ഇന്ന് ഗസ്റ്റുകൾ ഉള്ളതാ. ഉച്ചയ്ക്ക് മുമ്പ് എല്ലാം റെഡി ആവണം. ദാ ഈ ചെറിയ മീൻ ഫ്രൈ ചെയ്യണം. ചുമ്മാ കുറെ എണ്ണ തിളപ്പിച്ച് അതിൽ മുക്കിയെടുത്താ പോരാ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. ഇഞ്ചിയും കറിവേപ്പിലയും മഞ്ഞളും ഇത്തിരി കടുകും ഉള്ളിയും കുരുമുളകും 2 or 3 പച്ചമുളകും മുളക് പൊടിയും കൂടി അരച്ചു പുരട്ടി കൂടുതൽ മൊരിയാതെ പാകത്തിന് വറുത്തെടുക്കണം. ഈ വലിയ മീൻ ഫിഷ് മോളി നല്ല നീറ്റായിട്ട് വെട്ടിക്കഴുകി എടുത്തില്ലെങ്കിലേ ഉളുമ്പ് ചുവയ്ക്കും. ചിക്കൻ ചില്ലിയും ചിക്കൻ ഫ്രൈയും. ചുമ്മാ തലയാട്ടിയാ പോരാ, ചെയ്യണം. അദ്ദേഹം ഊണിന് ഗസ്റ്റുകളുമായിട്ട് വരുമ്പോ ഒന്നും ശരിയായിട്ടില്ലെങ്കിൽ വഴക്ക് കേൾക്കുന്നത് ഞാനല്ല, അത് ഓർമ്മ വേണം. അതെ, ഞാൻ തനി എന്തൊക്കെ ചെയ്യണം? എനിക്കാണെങ്കിൽ തല വേദനിച്ചിട്ട് വയ്യ. നിനക്കൊന്ന് പറഞ്ഞൂടെ അവനോട് ഇത്തിരി അലിവ് കാണിക്കാൻ? ഞാൻ പറയില്ല. നിങ്ങളോട് പലതവണ ഞാൻ അലിവ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തോടും എന്നോടും ശീതളിനോടും ചെയ്തതെന്താ? മറന്നുപോയോ? ഞാൻ മറന്നിട്ടില്ല, അദ്ദേഹവും മറന്നിട്ടില്ല. അദ്ദേഹത്തെ കൊല്ലിക്കാൻ കൂട്ടുനിന്നു. എന്നെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ശീതളിനെ കൊണ്ട് വേണ്ട, ആവർത്തിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഒരലിവുമില്ല എനിക്ക് നിങ്ങളോട്. അദ്ദേഹത്തിനും ഉണ്ടാവാൻ വഴിയില്ല. അവനവന്റെ നില മറക്കരുത് ഒരിക്കലും ആരും. ഇരിക്കുന്ന കമ്പും മുറിക്കാൻ നോക്കിയവരാ നിങ്ങള്. അവൻ ഇത്രേ ചെയ്യുന്നുള്ളൂല്ലോ നിങ്ങളോട്. ശരി, ജോലി നടക്കട്ടെ. ഞങ്ങളായിട്ട് ഒരു തടസ്സവും വേണ്ട. വാ മുത്തശ്ശി. എനിക്കിപ്പോ മനസ്സില്ല. ഇതൊക്കെ ഇനി എപ്പ തീരും? യതിയുടെ തിരോധാനം നിഗൂഢതകളേറെ. കൊല്ലപ്പെട്ടെന്ന് കരുതിയിരുന്ന നരേന്ദ്രൻ തമ്പി തിരിച്ചെത്തിയതോടെ നരേന്ദ്രൻ തമ്പിയുടേതെന്ന് കരുതി പോലീസ് കബനി നദിയിൽ നിന്ന് കണ്ടെടുത്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം ആരുടേതെന്ന ചോദ്യം പോലീസിനെ കുഴയ്ക്കുന്നു. ഈ പത്രക്കാർക്ക് വേറെ ഒരു പണിയില്ലേ? നരേന്ദ്രൻ തമ്പിയെ വധിച്ചു എന്ന് കരുതപ്പെട്ടിരുന്ന വാടക കൊലയാളി യതിയുടെ തിരോധാനവും
പോലീസിന് തലവേദനയായിരിക്കുകയാണ്. കണ്ണൂർ സ്വദേശിയായ യതി എന്ന യതീന്ദ്രനെ കാണാനില്ലെന്ന് കാണിച്ച് യതിയുടെ ഭാര്യ കണ്ണൂർ പോലീസിന് നൽകിയ പരാതിയാണ് ഇപ്പോൾ പോലീസിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. നരേന്ദ്രൻ തമ്പിയെ വധിക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത് ബന്ദിപ്പൂരിലേക്ക് പോയ യതിയെ അന്നേ ദിവസത്തിന് ശേഷം ആരും കണ്ടിട്ടില്ല. അയാൾ കണ്ണൂരിലെ വീട്ടിലേക്ക് പിന്നീട് മടങ്ങിയെത്തിയിട്ടില്ല എന്നാണ് യതിയുടെ ഭാര്യ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പോലീസ് കബനി നദിയിൽ നിന്ന് കണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് നരേന്ദ്രൻ തമ്പിയുടേതെന്ന് സ്ഥിരീകരിച്ച് മറവ് ചെയ്ത ജഡം യതിയുടേതായിരുന്നോ എന്ന സംശയത്തിന് ബലമേറുന്നു. എല്ലാം ഇനിയും കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ് ചന്ദ്രേട്ടാ. നരേന്ദ്രൻ തിരിച്ചു വന്ന് എന്റെ കേടും കെടുതി അനുഭവിച്ചോണ്ടിരിക്കാം ബാക്കിയുള്ളവര്. ഇനി യതിയുടെ പേരും പറഞ്ഞ് പോലീസ് ചോദ്യം അറസ്റ്റും തുടങ്ങോ? ചിലപ്പോൾ അതൊരു വലിയ പ്രശ്നമായേക്കുമെന്ന് എനിക്ക് തോന്നുന്നു.